ശ്ലോകം 8. ഇഹന്യഭക്തോവി സമേഷ്യതി ക്രമാൽ. ഹേ ഗുരുവായൂരപ്പ, അന്യഭക്തന്മാർ, അന്യദേവന്മാരെ ഭജിക്കുന്ന ഭക്തന്മാർ, അവരും കൂടി സമേഷ്യതി അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. ഭവന്തം ഭവന്തം സമേഷ്യതി അങ്ങയുടെ അടുത്തേക്ക് വരും, അങ്ങയെ പ്രാപിക്കുന്നു. ഇവർ രണ്ടുപേരും ആരെയാണ് ഭജിച്ചിരുന്നത്? ശിവനെ. ആ ശിവനെ ഭജിച്ചിരുന്ന അവർ രണ്ടുപേരും ഇപ്പോൾ ദാ വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ് എത്തിയത്. അപ്പോൾ വലുതായൊരു തത്വമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പേരും നാമം നമ്മൾ വലുതായിട്ടുള്ളതായ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ ഏകനാണ്. ഏകനായ ഭഗവാൻ വിവിധ നാമത്തിലും രൂപത്തിലും ഈശ്വരന്മാരായിരിക്കുന്നു. ഭഗവാൻ ഒന്നേ ഉള്ളൂ. ഉപനിഷത്ത് പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. സർവം ഖലിതം ബ്രഹ്മ. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമാണ്. അതിനെ ഭരിക്കുന്നതായ ദേവന്മാരും ഒക്കെ ബ്രഹ്മമാണ്. അപ്പോൾ ബ്രഹ്മമെന്ന് പറയുന്ന ഒന്ന് മാറാതെ കണ്ടാണ് ഈ വിധത്തിൽ ഈ പ്രപഞ്ചത്തിന് രൂപം നൽകുന്നത്. ഒരു മാറ്റവും ഇല്ലാതെ കണ്ട്. ഇഹ അന്യഭക്തോവി സമേഷ്യതി ക്രമാൽ ഭവന്തം. അന്യദേവന്മാരെ ഭജിക്കുന്ന ഭക്തന്മാർ കൂടി അങ്ങയുടെ അടുത്തേക്ക് എത്തുന്നു, ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നു. ഭഗവാൻ എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ. അതാണ് ബ്രഹ്മം, അല്ലെങ്കിൽ പരമാത്മാവ്, അല്ലെങ്കിൽ ഭഗവാൻ. അതൊരു ചൈതന്യമാണ്. അത് എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നു. നമ്മുടെ ഉള്ളിലുമുണ്ട്, പുറത്തുമുണ്ട്. ഇത് മഴവെള്ളം വീഴുന്ന പോലെയാണ്. ആകാശത്ത് നിന്ന് പല സ്ഥലത്ത് വെള്ളം വീഴുന്നില്ലേ? പക്ഷെ എല്ലാ വെള്ളവും എവിടേക്കാണ് പോണത്? സമുദ്രത്തിലേക്ക് ആണ്. അപ്പം ഏത് ദേവനെ ഭജിച്ചാലും വിരോധമില്ല. ആ ദേവനിലൂടെ ആ ഭക്തി ചെന്ന് എത്തുന്നത് ഈ ഭഗവാനിലാണ്, ബ്രഹ്മത്തിലാണ്. ആ ബ്രഹ്മത്തിനെ ഇപ്പോൾ മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനായി കണ്ടു. അത്രയേ ഉള്ളൂ. ഇഹന്യഭക്തോവി സമേഷ്യതി ക്രമാൽ ഭവന്തം. അന്യദേവന്മാരെ ഭജിക്കുന്ന ഭക്തന്മാരും അങ്ങയെ പ്രാപിക്കുന്നു. ഇവരാരായിരുന്നു? ഏതൗ ഖലു രുദ്രസേവകൗ. ഇവർ രുദ്രൻ്റെ ഭക്തന്മാരാണ്, ശിവൻ്റെ ഭക്തന്മാരാണ്. അവരിപ്പോൾ അങ്ങയുടെ അടുത്തല്ലേ എത്തിയത്. അപ്പോൾ നമുക്കുള്ള ഉപദേശമാണത്. ഒരാൾ ശിവനെ ഭജിക്കുന്നു, ഒരാൾ വിഷ്ണുവിനെ ഭജിക്കുന്നു, ഒരാൾ അയ്യപ്പനെ ഭജിക്കുന്നു, ദേവിയെ ഭജിക്കുന്നു. ആരെ ഭജിച്ചാലും വിരോധമില്ല. ദേവൻ ഒന്നേ ഉള്ളൂ. ഇതുപോലെ ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം. ആകാശത്തിൽ നിന്ന് വീഴുന്ന വെള്ളം എപ്രകാരം സമുദ്രത്തിലേക്ക് പോകുന്നു. ആകാശാത് പതിതം തോയം, തോയം വെള്ളം, യഥാ ഗച്ഛതി സാഗരം, എപ്രകാരം സമുദ്രത്തിലേക്ക് പോകുന്നുവോ. സർവദേവ നമസ്കാരം, എല്ലാ ദേവന്മാരെയും നമസ്കരിക്കുന്നതും കേശവം പ്രതി ഗച്ഛതി, കേശവനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ദേവൻ ഒന്നേ ഉള്ളൂ, അത് കേശവൻ. അതിന് അനേകം അർത്ഥങ്ങളുണ്ട്, അത് പിന്നീട് സന്ദർഭത്തിൽ പറയാം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ നിയന്ത്രണത്തിൽ വയ്ക്കുന്ന ആളാണ് കേശവൻ. അതിതാണ് ഇപ്രകാരം ആകാശത്തിൽ നിന്ന് വീഴുന്ന വെള്ളം സമുദ്രത്തിലേക്ക് പോകുന്നുവോ അതുപോലെ ഏതു ദേവനെ വഹിച്ചാലും വിരോധമില്ല. എന്തിനാണ് നമ്മൾ ഭജിക്കണേ? മനസ്സ് ശാന്തമാവാനാണ്, മനസ്സ് ശാന്തമാവാനാണ്. അപ്പോൾ ഏതു ദേവനായാലും വിരോധമില്ല.
അങ്ങനെ ഇവർ രുദ്രൻ്റെ സേവകന്മാരാണ്. അവരിപ്പോൾ ഇതാ അങ്ങയുടെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. എങ്ങനെ അങ്ങയുടെ അടുത്തെത്തി? മുനിപ്രസാദ, നാരദനാകുന്ന ആ മുനിയുടെ അനുഗ്രഹം കൊണ്ട്. ഭവദംഗ്രിമാഗതൗ, ഭഗവാന്റെ പാദങ്ങളെ പ്രാപിച്ചു. ഭഗവാന്റെ പാദങ്ങൾ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകങ്ങൾ. വെരി ഗുഡ് മിടിക്ക് മോൾ പറഞ്ഞു. അത് സത്യത്തിനെയും ധർമ്മത്തിനെയും നമ്മൾ മുറുകെ പിടിച്ചാൽ മതി, ഭഗവാനിലെത്തി. ഇടയ്ക്ക് പക്ഷേ ഈ മായ നമ്മളെ വീണ്ടും വിളിച്ചുകൊണ്ട് പോകും. അതാ, അപ്പോഴൊക്കെ നമ്മൾ ഓർമ്മയോടുകൂടി ഭഗവാനിലേക്ക് വരണം. മുനിപ്രസാദാത് ഭവദംഗ്രിമാഗതവും, ആ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ് അവർക്ക് ആ ഭഗവാൻ വിഷ്ണു ബ്രഹ്മത്തിലേക്ക് എത്താൻ സാധിച്ചത്. ഗതൗ വൃണാനവും, അവരെ ഭക്തിമുത്തമാം വൃണാനവും, ഉത്തമമായ ഭക്തി ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഗതൗ പോയത്. എവിടേക്കാണ് പോയത്? കൈലാസത്തിലേക്ക്, ഹിമാലയത്തിലുള്ള കൈലാസം. അവിടെയാണ് കുബേരൻ്റെ രാജ്യം, അളകാപുരി. ആ അളകാപുരിയിലേക്ക് അവർ പോയി. ഉത്തമമായ ഭക്തി ഞങ്ങൾക്ക് തരണേ, ഞങ്ങളുടെ എല്ലാ കരണങ്ങളും ഞങ്ങൾക്ക് ഭഗവാനെ ഭജിക്കാനുള്ളതായി തീരണമേ. ഭാഗവതത്തിൽ ഒരു പ്രധാനപ്പെട്ട ശ്ലോകമാണത്. വാണീ ഗുണാനുകഥനെ. ഭാഗവതം നമ്പർ നോട്ട് ചെയ്തോളൂ എല്ലാവരും. 10:10:38 ദശമസ്കന്ധത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ ശ്ലോകം. 10:10:38 വാണീ ഗുണാനുകഥനെ. ഭഗവാൻ, ഞങ്ങളുടെ വാക്ക് അങ്ങയുടെ മാഹാത്മ്യത്തെ പറയാനുള്ളതാവണം, അല്ലാത്ത വാക്കൊന്നും ഞങ്ങളിൽ നിന്ന് പുറത്തു വരരുത്. ശ്രവണവും കഥായാം, ഞങ്ങളുടെ 2 ചെവികൾ ഭഗവത് കഥ കേൾക്കാനായിരിക്കണം, വേറൊന്നും കേൾക്കാനിടയാവരുത്. ഹസ്തൗച കർമ്മസു, ഞങ്ങളുടെ 2 കൈകൾ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യാനുള്ളതായിരിക്കണം. എന്താ ഭഗവാനുള്ള കർമ്മം? ഭഗവാൻ ഒരു കർമ്മം ആവശ്യമില്ല, അന്യരെ സഹായിക്കുക, ഇല്ലാത്തവരെ സഹായിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹസ്തൗച കർമ്മസു മനസ്തവ പാദയോർനഖ സ്മൃത്യാം, മനസ്സ് ആ ഭഗവത് പാദങ്ങളെ സ്മരിക്കാൻ. എപ്പോഴും ആ ഭഗവത് പാദങ്ങൾ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ഞാൻ അതിൽ നിന്ന് പിന്മാറരുത്, അതിൽ ഉറച്ചു മുന്നോട്ട് പോകണം എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ, എൻ്റെ ശിരസ് അങ്ങയുടെ ക്ഷേത്രങ്ങളിൽ നമസ്കരിക്കാനുള്ളതാവണമേ. ഈ ലോകം മുഴുവൻ ഭഗവാന്റെയാണ്, ക്ഷേത്രങ്ങൾ മാത്രമല്ല. അങ്ങനെ എല്ലാറ്റിലും ഭഗവാനെ കാണാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. ദൃഷ്ടി സദാം ദർശനേസ്തു, ഞങ്ങളുടെ കണ്ണുകൾ സജ്ജനങ്ങളെ കാണാനാവണം. സജ്ജനങ്ങളാരാണ്? ഭവത്തനൂനം, അങ്ങയുടെ തന്നെ ശരീരമാണ് അവരുടെ. ഭഗവാനെ പോലെയുള്ള ആൾക്കാരാണ് സജ്ജനങ്ങൾ. ആ സജ്ജനങ്ങളെ ദർശിക്കാൻ. വാണീ ഗുണാനുകഥനെ ശ്രവണവോ കഥായാം ഹസ്തൗച കർമ്മസു മനസ്തവ പാദയോർനഖ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ. ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനം. അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും അങ്ങയെ ഭജിക്കാനുള്ളതായിരിക്കണം, അത് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് അവരെ ഭഗവാൻ ഭജിച്ചു. ഭക്തി, ഉത്തമമായ ഭക്തിയെ വരിച്ചുകൊണ്ട്, വൃണാനവും വരിച്ചുകൊണ്ട് ആ ഭക്തി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ശ്രമിച്ചിട്ട് ആ ഭക്തി ഉണ്ടാവുന്നില്ല,
ആ ഭക്തി ഞങ്ങൾക്ക് തരയണമേ എന്ന് ഭഗവാനോട് അപേക്ഷിച്ചുകൊണ്ട് ഗതൗ കൈലാസത്തിലേക്ക് അളകാപുരിയിലേക്ക് അവർ രണ്ടുപേര് പോയി.